ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കുക്കിംഗ് വീഡിയോ ആണുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പൊടിയൊക്കെ നരച്ചെടുത്തിട്ടുണ്ട്. നരച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച വെള്ളമൊക്കെ എടുത്തൊന്ന് കുഴച്ചെടുത്തിട്ട് ചപ്പാത്തിയാണ് ഇന്ന് രാവിലെ ഞാൻ കടി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഞാൻ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കലാണ് ചെയ്യൽ. ചൂടോടെ നമുക്കതിൽ കൈ പൊള്ളുമല്ലോ, ചൂടോടെ അത് കയ്യിലിട്ടാൽ. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കണ്ടൊന്ന് മിക്സ് ആക്കലാണ് ചെയ്യൽ. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും ചപ്പാത്തിക്ക്. ചൂട് പെട്ടെന്ന് ആറും ചെയ്യും, നമുക്ക് കുഴക്കാല ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പത്തിരിയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കൽ. പത്തിരിക്കിലെ മാവ് കുഴക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കൽ കേട്ടോ. മറ്റേ ചൂടാറോളം വെയിറ്റ് ചെയ്യാനും പറ്റില്ല. ചൂടോടെ കൈ വെച്ച് കുഴക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതുപോലെയാണ് ചെയ്തെടുക്കൽ കേട്ടോ. ഞാൻ ചെയ്താൽ പെട്ടെന്ന് ചൂടാറിയും കിട്ടും കേട്ടോ. നന്നായിട്ട് ഉരച്ചൊരച്ച് കൊടുത്താൽ. ഇതൊക്കെ കുഴച്ച് കൊടുത്ത് ഉരുളകളായി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഐസാക്കി പരത്തി കൂടി എടുക്കാം കേട്ടോ ചപ്പാത്തി. അപ്പം എനിക്ക് ഒരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ ചുടൽ കഴിഞ്ഞിട്ട് ഞാനിപ്പം അത് കേക്കൊന്ന് ഫസ്റ്റ് കോട്ടം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്കിന്ന് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് ചെയ്തെടുക്കാണ്ടായിരുന്നത്. പിന്നെ കേക്കൊക്കെ ഇങ്ങനെ ഓർഡറുള്ള ദിവസം ഞാൻ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഉച്ചക്ക് ചെയ്യൽ. ഞാൻ ഉണക്കമീനൊക്കെ പൊരിച്ച് ചമ്മന്തി അരച്ചിട്ടുള്ളൂ കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ, ഇന്ന് കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്രളയൻസ് ഇട്ട് കൊടുത്ത് കുറച്ച് മിൽക്ക് മെയ്ഡും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഫില്ലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് ഫസ്റ്റ് കോട്ട ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഫൈനൽ കോട്ടൊക്കെ ഒന്ന് ചെയ്തെടുക്കാണ്ട് കേട്ടോ. ഫസ്റ്റ് കോട്ട് ചെയ്തതിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ഉച്ചക്ക് സിമ്പിളായിട്ടുള്ള ഉണക്കൽ പൊരിച്ച് ഒരു മാങ്ങയും തേങ്ങയും കൂട്ടി ചമ്മന്തി അരച്ചെടുത്തേക്കാണ് കേട്ടോ. കഞ്ഞി കുടിക്കുക വിചാരിച്ചിട്ട്. പിന്നെ അതുപോലെ പയറും കൈപ്പങ്ങി ഉപ്പേരി വെച്ചിട്ടുണ്ട്. പയറും കൈപ്പങ്ങി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. വീട്ടിലിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതുപോലെ ഇഷ്ടമല്ലാത്തവരുണ്ടെന്ന് പറയണേ. ഞാൻ പറഞ്ഞു പയർ വരെ കേടാക്കണം കൈപ്പങ്ങ ഇട്ടിട്ടെന്നൊക്കെ പറയട്ടെ ഞാൻ. അപ്പോൾ കേക്ക് നമ്മൾ ചോറിൽ കൂട്ടാനൊക്കെ സെറ്റാക്കി വെച്ചിട്ട് കേക്കൊന്ന് ഫൈനൽ കോട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു മഞ്ഞ കളറാണ് കേക്ക് ഫൈനൽ ലുക്ക് കൊടുത്തിട്ടുള്ളത്. കേക്ക് ഞാൻ പെട്ടെന്ന് ഫിനിഷായി കിട്ടാൻ നമ്മൾ നൈഫുമ്മലൊന്ന് ചൂടുവെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ട് തുടക്കമൊന്നുമില്ല, നന്നായിട്ടൊന്ന് കുടഞ്ഞെടുത്തിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷായി കിട്ടും കേട്ടോ. അതുപോലെ സൈഡ് ഭാഗം ഫിനിഷാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഫോണിൻ്റെ മേലത്തെ ഗ്ലാസ് ഒട്ടിക്കുമല്ലോ, സ്ക്രീൻ കാർഡ്, അതിൻ്റെ ആ കാർഡ് വാങ്ങലാണ് കേട്ടോ. സ്ക്രീൻ കാർഡിൻ്റെ അതിൻ്റെ ഒപ്പം വരുമല്ലോ ഒഴിവാക്കണൊരു കാർഡ്, അതുകൊണ്ടാണ് ഞാൻ ഫിനിഷാക്കി എടുക്കൽ. അതുകൊണ്ട് ഫിനിഷാക്കിയാലും സൈഡ് ഭാഗം നല്ല പെട്ടെന്ന് തന്നെ ഫിനിഷായി കിട്ടും കേട്ടോ. അപ്പോൾ ഫൈനൽ കോട്ടും ചെയ്യുന്ന ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. പേര് എഴുതി കൂടെ റോസറ്റാനോസിലുണ്ട് ചെറിയ വർക്ക് ചെയ്ത്. അപ്പോൾ നമുക്കിത് ഡെലിവറി ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.
ഈ കേക്ക് അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. മറ്റേ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. നല്ല ടേസ്റ്റിൻ്റെ കേക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവർ. അപ്പോൾ കേക്കൊക്കെ ഒന്ന് ബോക്സിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അത്. വൈകുന്നേരത്തിന് പിന്നെ ചെറുതായിട്ട് കോഴി ഒക്കെ വാങ്ങിയിട്ട് നെയ്ച്ചോറ് പോലെ നമ്മൾ സാധാ പച്ചരി കൊണ്ടല്ലേ അതുകൊണ്ട് നെയ്ച്ചോറ് വെക്കണ പോലെ വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ. ചിക്കൻ പൊരിച്ചാണ്ട് അപ്പോൾ അതിന് ഉള്ളി ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ആയപ്പം ചെറിയ ഉള്ളി അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു പെട്ടെന്ന് തോല് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്ത് കറി ഉണ്ടാക്കി നല്ല എല്ലില്ലാത്ത പീസൊക്കെ എടുത്തിട്ട് അതൊന്ന് പൊരിക്കാനും വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചേക്കാം കേട്ടോ. ഇതേക്ക് നമുക്ക് പച്ചരി കൊണ്ട് നെയ്ച്ചോറ് വെക്കണ പോലെ വെച്ചേക്കാണ് കേട്ടോ. സാധാ ചായക്കടിയൊക്കെ രാവിലെ ഉണ്ടാക്കണേ ആ പച്ചരി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ കുക്കറിൽ കറി വെക്കാനൊക്കെ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി വെച്ചിട്ട് ഞാൻ പൊരിക്കാൻ വേണ്ടി നിന്നാണ് കേട്ടോ. കോഴി മസാല കൂട്ടി വെച്ചൊന്ന് പൊരിച്ചെടുക്കട്ടെ. ഞാൻ കേക്ക് പെട്ടെന്നൊക്കെ കൊടുക്കേണ്ട കേക്ക് ഉള്ള ദിവസമാണെങ്കിൽ അതേപോലെ ഉച്ചക്കൊക്കെ നല്ല സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടാണ് ചെയ്യൽ. പെട്ടെന്ന് വരുന്ന കേക്കിൻ്റെ ഓർഡറിനൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു വെച്ചതൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അതിൽ പ്ലാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നേരത്തെ തന്നെ കേക്കും ചെയ്ത് വെക്കും. ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് കേക്ക് കൊടുക്കാനൊക്കെ പറഞ്ഞ് വിളിക്കും കേട്ടോ. നമ്മൾ ചിക്കനും ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് ഞാൻ പച്ചരി കൊണ്ട് നല്ല നെയ്ച്ചോറൊക്കെ ആയിരുന്നു അങ്ങനെ വെച്ചതാണ് കേട്ടോ.